ബിഗ് ബോസ് കാണാൻ കാത്തിരുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ചില നാടകീയ രംഗങ്ങളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ശക്തനായ മത്സരാർത്ഥി എന്ന് തോന്നിപ്പിക്കുന്ന വിധം പ്രകടനമാണ് രതീഷ് കുമാർ കാഴ്ചവെക്കുന്നത്. എന്നാൽ മുൻ സീസണുകളിലെ മത്സരാർത്ഥികൾ എന്തൊക്കെ ചെയ്തിരുന്നോ അതെല്ലാം പകർത്തി മറ്റൊരു രൂപത്തിൽ ചെയ്യാനാണ് രതീഷ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുകയാണെന്ന നിലപാടെടുത്ത് രതീഷ് വൈകാതെ തിരികെ അകത്തേക്ക് തന്നെ പ്രവേശിച്ചു. രതീഷിന്റെ വെറും ഗെയിം തന്ത്രമാണെന്ന് മനസ്സിലാക്കിയ സഹമത്സരാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിന്റെ ഇറങ്ങിപ്പോക്കിനെ പരിഗണിച്ചില്ല. മണിക്കൂറുകളോളം പുറത്ത് കാത്തിരുന്നിട്ടും ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണവും വരാത്തതും താരത്തിന്റെ ഗെയിം പ്ലാനിംഗ് തകർത്ത് കളഞ്ഞു. ഇത്രയും ബാലിശമായി പെരുമാറുന്ന രതീഷിനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പോസ്റ്റുകൾ ഉയർന്നു വരികയാണ്. ചിലർ താരത്തെ പരിഹസിച്ചും മറ്റു ചിലർ അനുകൂലിച്ചും എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ശരിക്കും രതീഷിന്റെ പ്രവൃത്തികൾ മുൻ സീസണിലെ വിന്നറായ താരങ്ങളെ അനുകരിക്കുന്നതാണെന്നാണ് പറയേണ്ടി വരുന്നത്. കുറച്ച് സാബു, കുറച്ച് രജിത്ത്, കുറച്ച് റോബിൻ, കുറച്ച് അഖിൽ, ഇതാണ് രതീഷ്. പഠിച്ചു വന്നതൊക്കെ ആദ്യ ദിവസം മുതൽ പ്രയോഗിക്കാൻ രതീഷ് തുടങ്ങിയിട്ടുമുണ്ട്. മുകളിൽ പറഞ്ഞവരൊക്കെ ബുദ്ധിപരമായ ഓരോ നീക്കങ്ങളും നടത്തി വളരെ സാവധാനം അവരുടെ പ്ലാൻസ് വർക്കൗട്ട് ആക്കിയവരാണ്. രതീഷിന്റെ കാര്യത്തിൽ അത് കാണാൻ സാധിക്കുന്നില്ല. പകരം മുൻപ് കണ്ട മത്സരാർത്ഥികൾ ചെയ്ത് വിജയിച്ച പലതും ആദ്യ ദിവസം തന്നെ അനുകരിക്കാനാണ് നോക്കുന്നത്. ഇത് പ്രേക്ഷകരിൽ ഒരു ഇറിറ്റേഷൻ അയാളോട് തോന്നിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. മണ്ടത്തരത്തിലൂടെയാണെങ്കിലും ഒരു എപ്പിസോഡിന് വേണ്ട കണ്ടന്റുകൾ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. അതെന്തായാലും രതീഷിനെ കുറച്ച് ദിവസങ്ങൾ കൂടി ഹൗസിൽ പിടിച്ചു നിർത്തും. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ അയാളോട് ഒരു താല്പര്യവും തോന്നുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രകടനവുമാണ് രതീഷ് കാഴ്ചവെക്കുന്നത്. ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.